നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ദുബായ് അൽ ഖുദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ അത്യാവശ്യം നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷനാണ്. രാവിലെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി അധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഐ മീൻ ലവ് ലേക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് ഇന്ന് രാത്രിയിലാണ്. അവിടെ നമുക്കൊരു ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് ബാർബിക്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിജു മേലേട്. വെൽക്കം ടു വ്ലോഗ് ഹണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ കേട്ടോ. ഇതൊക്കെ മസാല പുരട്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റാൻ കൊണ്ടുപോവാണ്. മക്കളെ പൊളിക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ മച്ചമാരെ നമ്മളിതേ ക്ലോക്ക് ടവർ പാസ് ചെയ്തിട്ടാ നേരെ കുതിരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ നേരെ ക്ലോക്ക് ടവർ കഴിഞ്ഞ് അപ്പൊ നമ്മള് ഇത് ഏത് ടണലാണ് ബ്രോ? ട്രേഡ് സെന്റർ. ഈ ടണലിൽ വല്ല പേരുണ്ടോ? ഈ ടണൽ വഴി ഞങ്ങൾ നേരെ വെഡിങ് പോകും പോലെ ചീറി പാഞ്ഞോണ്ടിരിക്കാണ്. അനിൽ ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? പോണ വഴി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഒന്നാന്തരം നല്ല കിടിലം കൊള്ളിക്കുന്ന നമ്മുടെ ദുബായ് എന്താണ് ഇതിന് പേര്? മ്യൂസിയം ഓഫ് ഫ്യൂച്ചറോ? ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം എന്താണ് ഇതിന് പറയാ? മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. നല്ല ലൈറ്റ് കിട്ടി നല്ല ഗ്ലോ ചെയ്ത് നിൽക്കുന്ന കിടിലൻ പൊളി സാധനം. അപ്പോ നമ്മൾ അൽ ഖുദ്രയിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ക്യാമറ നേരെ പിടിച്ച് ആ സ്ട്രേറ്റ് കാണുന്ന ഒരു ടവർ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അൽ ഖുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി എന്നുള്ളതിനൊരു എന്താ പറയുക ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് അതിനെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ റൈറ്റ് ടേൺ ചെയ്ത് അത്യാവശ്യം ലൈവാണ് ഇന്ന് നമ്മൾ വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആൾക്കാരുണ്ടാവും. കുറച്ച് പൊടിപ്പും തുമ്പുങ്കലൊക്കെ വെച്ച് നമുക്കൊന്ന് ആഘോഷിക്കാൻ പറ്റിയൊരു ഡേ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ അൽ ഖുദ്രയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ സെറ്റപ്പ് ആയിട്ടല്ല വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന വഴി നമ്മൾ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം താൽക്കാലികമായിട്ട് നമുക്കൊരു ഫുഡ് കഴിക്കണമെങ്കിൽ ഇത് നല്ല അടിപൊളി മലയാളി റെസ്റ്റോറൻറ്റിനാണ് ഈ കാണുന്നത്. സ്പൈസി വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേര്. അതുകൂടാതെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബാർബിക്യൂനുള്ള വുഡ്, ചാർക്കോള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അഥവാ നമ്മൾ മിസ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടെൻറ്റ്, ചെയർ അങ്ങനെയുള്ള A-to-Z കാര്യങ്ങൾ വിത്ത് ലൈറ്റ് ഇവിടെ നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് മിസ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടുന്ന് സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതോടൊപ്പം ഇവിടുന്ന് ചെറുതായിട്ട് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗഡീസ്. നമ്മളെല്ലാവരും കൂടി ഇവിടെ കുതിരയിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ സുനിലേട്ടൻ, ഇത് അനിൽ ബ്രോ, സേ ഹായ്, സുധീഷ്, സുമീത്, എൽസൻ, നമ്മുടെ കൊച്ചേട്ടൻ, നമ്മുടെ ഡോക്ടർ എൽസൻ. അപ്പോൾ ഓക്കെ ഗഡീസ് നമ്മളിവിടെ ഈ കഫറ്റേരിയ കയറി അത്യാവശ്യം ഫുഡും കാര്യങ്ങളെല്ലാം അടിച്ച് നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിക്കകത്തേക്ക് കയറാൻ പോവാണ്. ഇനിയാണ് നമ്മൾ അൽ ഖുദ്ര ലേക്കിൻ്റെ ഒക്കെ അപ്പുറം പോയിട്ട് നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്ന് ഇതുപോലെ ഇങ്ങനെ ഈ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫുഡൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് മിക്കവാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കണ്ട. ഇവിടെ നമ്മൾ പോകുന്ന വഴി നമുക്ക് ഓരോ ഫാമിലീസ് കണ്ട ചിൽ ഔട്ട് ചെയ്യണം ബ്രോ. ഇവിടെ കണ്ടായ അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടാ. അതാണ് അൽ ഖുദ്ര. അപ്പോൾ നമ്മൾ ഇന്ന് ചുറ്റിലും അപ്പുറപ്പുറമൊക്കെ നിറച്ച് ഇതുപോലെ ആൾക്കാരുണ്ടോ ബാർബിക്യൂ സെറ്റാക്കി. എന്താണ് നല്ല ടെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ചുറ്റിലും നിങ്ങൾക്ക് ലൈറ്റുകൾ കാണുന്നില്ലേ. എല്ലാവരും അടിപൊളി വൈബാണെന്ന്. നല്ല തണുപ്പുള്ളൊരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ചിൽ മൂഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചാർക്കോള് കത്തിക്കാൻ ഉദ്ഘാടിച്ചു. ഇത് ഐശ്വര്യമായിട്ട് നമ്മുടെ അനിൽ ബ്രോ ആണ് തുടങ്ങിയിരിക്കുന്നത്. മണ്ണെണ്ണ അതാ കയറുന്നത്. അപ്പൊ ഇത് ഏകദേശം കനലൊക്കെ സെറ്റായി വരികയാണ്. നമുക്ക് ഗ്രില്ല് സെറ്റൊക്കെ. ഇപ്പൊ ടൈം എത്രയായി ഡോക്ടറെ? കൊച്ചേട്ടാ ടൈം എത്രയായി? 1:15 കണ്ടോ. നമ്മള് ഒരു 10-11 മണിക്ക് തുടങ്ങണമെന്ന് വിചാരിച്ച സാധനം 1:15. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്ന വഴി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കഴിച്ചത്. ഓക്കെ, എന്തായാലും നമുക്കിനി 2:30 ആകുമ്പോഴേക്ക് കഴിക്കാനാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ അതേ നമ്മൾ ഗ്രില്ലിലേക്ക് ഇത് സാധനം കയറ്റാണ്. നല്ല അടിപൊളി ലെഗ് പീസ് ഒക്കെ ലെഗുള്ളോ സുനിലേട്ടാ? അത് സുജിക്കുള്ള കഴുത്ത്. നീയല്ലേ കഴിക്കാറ്? അതെന്റെയാണ്.
ഇതെന്റെതാണ് അതാ പ്രോട്ടീൻ അതെനിക്കുള്ള ഇപ്പൊ തന്നെ കഴിച്ചോ. അവിടെ സുദീപ് ബ്രോ ഐശ്വര്യമായിട്ട് ഗ്രില്ല് വെക്കാണ്. വെച്ച മാത്രം പോരാ, ഇനി എന്റെ മുമ്പിൽ നിന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതുപോലെ നല്ലൊരു അടിപൊളി മരത്തിന്റെ അടിയിലാണ് നമ്മുടെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ആക്കാൻ വെച്ചിരിക്കണത് കേട്ടാ. അല്ലിയാമ്പിൽ കടലിലെന്നരയ്ക്കൂ വെള്ളം കാപറിച്ചില്ലേ പക്ഷി വിളിക്കുന്നു. നമ്മുടെ വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഗ്രില്ല് ഉണ്ടാക്കണം സുലേട്ടാ. സുലേട്ടാ ഇത് നമ്മള് ഇടയ്ക്കൊരു സൈഡായിട്ട് ചിക്കൻ്റെ കൂടെ അടിച്ച് ഗ്രില്ലടിക്കും അല്ലേ? അയ്യേ ഉടഞ്ഞു പോവല്ലോ സുലേട്ടാ കുത്തുമ്പോ. ഇതെനിക്കറിയില്ല എങ്ങനെയാ അത് ഉടഞ്ഞു പോവല്ലോ. അത്ര ചെറുതാക്കണ്ടില്ലായിരുന്നു അല്ലേ? അത് അതിന്റെ മുകളിൽ നിരത്തേക്ക് വാ, കൊണ്ടുവാ. കുത്തണ്ട, കുത്തി പൊടിയേ. അപ്പൊ ഇവിടെ നമ്മുടെ ഗ്രില്ല് നടുക്ക് വെച്ച് അതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. കുട്ടനാടൻ കായലിലെ കൊട്ടുവെള്ളം തുഴഞ്ഞപ്പോ പാട്ടൊന്നു പാടടി പാട്ടൊന്നു പാടടി പുള്ളിക്കുയിലേ തുഞ്ചത്തിരി വെള്ളം വേണം പള്ളിക്കുയിലേ വെള്ളം വേണം വേമ്പനാട്ടുകായൽ തീരം തുടിക്കുന്നു തകതിമിതിമൃതേ അമ്പിളി ചുണ്ടൻ വെള്ളം തുളിക്കുന്നു തകതിമിതിമൃതേ കുട്ടനാടൻ കായലിലെ കൊച്ചുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കരമ്പി തീര 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 മറു തീര 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 ഓരോ തീര മറു തീര തീര ഒരു തവണ കൂടെ വെച്ചാൽ എനിക്കാവുന്ന ആയിട്ടാ പെട്ടെന്നായിട്ടാ. അപ്പൊ നമ്മള് ഗ്രില്ലായിട്ട് മക്കളെ ആദ്യത്തെ ഗ്രില്ല് ഒരു സെറ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വേണ്ട അടച്ചു വെച്ചു. ഇനി അടുത്തല് നോക്കാം നമുക്ക്. തിരിച്ചുവിടാ. ഏതടിക്കാം ഏതടിക്കാം പറ പറ ആ കൊച്ചേട്ടൻ നന്നാ റാദിങ്ങ പാടില്ല. ഞങ്ങൾ റായ തന്ന് ഓക്കെ അങ്ങനെ വാ. പ്രാവിന് പ്രിയരിവർ നൽകും ചെറുതേരി സുഖമുള്ള നോവ് ചിരിയുടെ പണിമുറ്റമുള്ളൊരു വീട്. വാ മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുരസുന്ദരി നളചരിതം കലയിലോ കണ്ണാമ്പത്തിലെ കാവ്യ ശകുന്തളയോ കവിത തുളുമ്പുന്ന മധുപാത്രം മനോരഞ്ജിനി സൂപ്പർ സുരസുന്ദരി. അപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞത് ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ നല്ല മനോഹരമായ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഇവിടെ ഇടാറില്ല. അപ്പോൾ നമ്മളതെല്ലാം ഇപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹനിൽ ബ്രോ. ഇവിടുന്ന് ഓരോന്ന് എല്ലാം കൊണ്ടുവന്ന് കണ്ടോ. ഇത് നമ്മുടെ കഴിച്ച വേസ്റ്റ് അടക്കം നമ്മളിവിടെ പാക്ക് ചെയ്തു. ഇതെല്ലാം നമ്മൾ പിന്നെ നമ്മുടെ ഗാർബേജിൻ്റെ കൊണ്ടിട്ട് ഡംപ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കിയിരിക്കും. അതുപോലെ ഈ കനലൊന്നും ഇവിടെ ഇടില്ല. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ട് പോകാവൂ. സോ നമ്മളെല്ലാവരും ഇതുപോലത്തെ സ്ഥലത്ത് വരുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ പ്രകൃതി എന്നും ഇതുപോലെ മനോഹരമായിരിക്കും. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയ ഏരിയ പക്ക ഡീസൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു തരി ചവറോ ഒരു വേസ്റ്റും നമ്മൾ ഇട്ടിട്ടില്ല. ഹനിൽ ബ്രോ ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്ത്. തീ കത്തിച്ചത് മുതൽ എല്ലാവരും ഉണ്ട്. എങ്കിലും ഹനിൽ ബ്രോയുടെ കൈ വല്ലാത്തൊരു കൈപ്പുണ്ണിയുള്ളൊരു കൈ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്.
നമ്മുടെ കൊച്ചേട്ടൻ ഇതിലൊക്കെ എല്ലാത്തിനും ഉപരി നമ്മുടെ വീഡിയോ എടുത്തിങ്ങനെ നമ്മുടെ ബ്ലോഗർ ഷിജുവേട്ടൻ ഒരു മനസ്സിന്റെ ഒരു പുണ്യം അതാണ് കണ്ടു. എനിക്ക് മതി 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 ഈ വീഡിയോ ഫുള്ള് ധന്യമാക്കി തന്നതിന് നമ്മുടെ കൊച്ചേട്ടനോട് ഒരു അകമഴിഞ്ഞ നന്ദി. നിങ്ങൾക്ക് കൊച്ചേട്ടൻ എത്ര രൂപയാണ് ഈ വീഡിയോ അതുകൂടെ താങ്കൾക്ക് പറയാൻ പുള്ളിയുടെ മനസ്സ് അത് മാത്രം താങ്കൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്യണം. ഇതെങ്ങനെയുണ്ട്? ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ. അനിൽ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു ഗ്രില്ല്? പൊളിയല്ലേ? സുമിത്ത്, നമ്മുടെ സുമിത്ത് ചെക്ക, നീ ഒന്നും ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രില്ല്? പൊള്ളി. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി എല്ലാം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോലെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എങ്ങനെയുണ്ട്? ക്യാമ്പിങ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പക്ഷെ നിങ്ങളുടെ ആക്റ്റീവ്നെസ് കാണില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്തൊരു അലൈൻ ട്രിപ്പ് നമ്മൾ മനസ്സിൽ പ്ലാൻ ഉണ്ട്. അതെ, കൊച്ചേട്ടൻ്റെ സഹകരണത്തോടു കൂടി നമ്മളതിൽ ഇവിടെ അതെ സാങ്ഷനായി. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ അലയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അൽഖുദ്രയിൽ നിന്നും നമ്മുടെ ഗ്യാങ്ങിനോടൊപ്പം ഷിജു മേലേടാ.